ലിറ്റിൽ ഹാർട്സിലെ താരങ്ങളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ചെറിയ ഹൃദയമുള്ളവർക്ക് ഒരു വലിയ നമസ്കാരം. അടിപൊളി സാധനം. ചെറിയ ഹൃദയമുള്ളവർക്ക് വലിയ നമസ്കാരം. അത് ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞാൽ മലയാളം അങ്ങനെയല്ലയോ? ചെറിയ ഹൃദയവും അങ്ങനെയുള്ളവർക്ക് വലിയ നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ ഇതിന് പ്രൊമോഷനൊക്കെ അത് ഉപയോഗിക്കാം. ചെറിയ ഹൃദയവും വലിയ നമസ്കാരം അല്ലേ? ചെറിയ ഹൃദയം പറച്ചില് മാത്രമേ ഉള്ളൂ. എല്ലാവരും വലിയ ആൾക്കാരാ. വിശാല ഹൃദയരാണ്. അല്ല, ഈ ലിറ്റിൽ ഹാർട്സ് നമ്മളെ ആദ്യം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റിങ്ങിൻ്റെ വീഡിയോ വരുന്നത്. ഒരു സ്റ്റാർ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് ഭയങ്കര രസമുള്ളൊരു ഭയങ്കര ഉണ്ടായിരുന്നില്ല കേട്ടോ. അനഖയായിരുന്നു അപ്പോൾ അല്ലേ? അപ്പോൾ അതാണ് ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു? ആണല്ലേ? അപ്പോൾ ഒരു നല്ല കൈയടി. അപ്പൊ സാന്ദ്ര പറയുന്നുണ്ടായിരുന്നു, സാന്ദ്രയാണ് ആ ഐഡിയ കൊണ്ടുവന്നത്. അങ്ങനെ പറയും ചേച്ചി. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അല്ല, ചേച്ചി ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊമോ ഐഡിയ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ആക്ച്വലി ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയല്ല. എനിക്ക് ഈ നെൽസനും അനിരുദ്ധിന്റെ ഒക്കെ തമിഴിൽ നിന്നുള്ള അവരുടെ ഒരു പാറ്റേൺ ഓഫ് ഇതുണ്ടല്ലോ, അങ്ങനെ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കണ്ടന്റ് കൊണ്ടുവന്നു. ഈ പറഞ്ഞ രശ്മിക മന്ദനെ നായികയാക്കണം, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കൊണ്ടുവന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് കൊണ്ടുവന്നു. പിന്നെ അവരത് നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തു. പക്ഷേ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്തു, മഹിമ വരണമെന്ന്. അതല്ല, രാഷ്മിക മന്ദാനയാണ് ആഗ്രഹിച്ചത്. മഹിമയാണ് കിട്ടിയത്. അതിലൊരു കുറ്റബോധമുണ്ടോ? ഈ ആഗ്രഹം പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ആഗ്രഹ പൂർത്തീകരണം മഹിമനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടും ഒരേ ലെവലിലല്ലേ? മനസ്സിലായില്ല, കത്തിയില്ല. അല്ല, രാഷ്മിക മന്ദന വേണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഉണ്ടായിരുന്നു ഇവിടെ. അല്ലല്ല, ഒരു പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ആഗ്രഹ പൂർത്തീകരണം. അവിടെ മഹിമ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെങ്കിലും നമ്മുടെ പടത്തിന് അനുയോജ്യമായ ഏറ്റവും നല്ല നായകനെ കിട്ടി. അനഖയായിരുന്നു അന്ന് പറഞ്ഞപ്പോ ഓടി വന്നത്. അല്ലല്ല, അതുകൊണ്ടല്ല, ടെക്നിക്കലി ഒരു സംഭവം ഉണ്ട്. മാറിയിരുന്നു ഉള്ള കാര്യം പറയാലോ, എത്രേ ഉള്ളൂ. ആദ്യം ഒരുപാട് നായകന്മാരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അവർക്ക് പല പല സ്ക്രിപ്റ്റിൽ സ്പേസ് കുറവ്, അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞു. മഹിമയോട് ചോദിച്ചപ്പോൾ മഹിമയ്ക്ക് ഡേറ്റ് ആണ് പറഞ്ഞത്. ഡേറ്റിന്റെ വിഷയമുണ്ട്, തമിഴ് ഫിലിം ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ അത് തള്ളിപ്പോയി. അത് കഴിഞ്ഞ് അനഘ ലോക്കായി നമ്മുടെ പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്തു. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അനഘ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾ പറഞ്ഞ് പിന്മാറി. അങ്ങനെ മാറി കഴിഞ്ഞ സമയത്താണ് പിന്നെ നമ്മൾ ഭയങ്കര പാനിക്കായി. കാര്യം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ജോയിൻ ചെയ്യേണ്ട നായിക വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് കുറെ ഷെഡ്യൂളിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ചേച്ചി മഹിമയോട് സംസാരിച്ചപ്പോൾ അവരുടെ എന്തോ ഷൂട്ട് അവിടെ എന്തോ മാറ്റമുണ്ട്, അപ്പൊ നമുക്ക് മഹിമയുടെ ഡേറ്റ്സിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു. മഹിമയോട് എന്താണ് സംസാരിച്ചത്? എന്റെ മഹിമേ എന്റെ ഷൂട്ട് അതൊന്നും അറിയാൻ വേണ്ടിട്ടോ എന്താണ് സംസാരിച്ചത്? അവിടെ പോകുന്നതിന് മുമ്പ്, മഹിമേനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് വിളിച്ചു നോക്കാല്ലേ എന്നൊക്കെ പറഞ്ഞാണ് സാന്ദ്ര പോയത്. പിന്നെ സാന്ദ്ര ഒരു ഇങ്ങനെയൊക്കെ വന്നത്. എന്തായിരുന്നു ഫസ്റ്റ് ഡയലോഗ്? ഇല്ല, അതെന്താന്ന് വെച്ചാൽ ഇവർ ചോദിച്ച ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് അബ്രോഡ് ഷൂട്ടായിരുന്നു ആ സിനിമയുടെ. അപ്പം ഒരു അധികം ദിവസം വേണമായിരുന്നു അതിന്. അപ്പം എന്തായാലും പോയാൽ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പം പിന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ ഹീറോന് താടി വേണം. അപ്പൊ വേറെ ഏതൊരു പടത്തിന് ആ ഹീറോ താടി അങ്ങ് എടുത്തു. അപ്പൊ എന്തായാലും താടി വളരാതെ ഇനി ആ സ്കെഡ്യൂൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ സാന്ദ്ര ചേച്ചി അങ്ങോട്ട് വിളിച്ചൊന്നുമില്ല. എനിക്ക് എന്തായാലും അത് പോസ്റ്റ്പോൺ ആയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് സാന്ദ്ര ചേച്ചി വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റാവുന്ന, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ അങ്ങനെ മഹിമയ്ക്കാണ് ആ ഭാഗ്യം ഉണ്ടായത്. അല്ല, ഈ സിനിമയില് നമ്മൾ സാധാരണ പിന്നെ ഷെയ്നെ കാണാത്തൊരു സാധാരണ ഒരു റഫ് ആൻഡ് ടഫ് അല്ലെങ്കിൽ ചിരിക്കാത്ത എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇതുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് റൊമാൻസിന്റെ ഒരു എലിമെന്റ്സ് ഉണ്ട്, നല്ല ഹ്യൂമറിന്റെ കുറേ ഇടങ്ങളുണ്ട്. അച്ഛനും അങ്ങനെ നമ്മളൊരു ഫൈറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു പരീക്ഷണം ഓക്കെയാണ്. അത് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് വിട്ടുള്ളൊരു കളിയാണ്. ആക്ടിംഗ് എന്ന നിലയിൽ അതിന് ഷെയ്ൻ അത് ഓക്കെ ആയിരുന്നു. ഇല്ല, പരീക്ഷണം അത് മനഃപൂർവ്വം അത് അറിഞ്ഞു തന്നെ ചെയ്തതാണ്. പിന്നെ മാറി ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ ഈ കഥ വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ചേരുവകളും അതനുസരിച്ച് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ കഥാപാത്രം ചെയ്യാത്ത തന്നെയാണ്, ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു രീതിയിലുള്ള ഒരു അവതരണ ശൈലിയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഷെയ്നിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ നമ്പർ 1 കോമഡിയുടെ രാജാവ്. അതെ,
ആ കാരണം അദ്ദേഹം എന്ത് പറയുന്നു നോക്കിയിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇതെങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും ഇച്ചിരി നന്നായിട്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ച ഇതിനകത്ത് സിനിമയിലെ പല കാര്യങ്ങളും ഇപ്പൊ പറയുന്നില്ല അത്, കാരണം അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ആ മാൻഡ്രേക്കിന്റെ കുപ്പിയൊക്കെ ഇല്ലേ, ആ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് അത്. അപ്പൊ ഞാൻ കാരണം അത് ഈ ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള പരിപാടി. കാരണം മറ്റതുപോലെ അല്ല, കാരണം അത് കറക്റ്റായിട്ട് ആ സാധനം പിടിച്ച് ടൈമിങ്ങും എല്ലാമായിട്ട് ചെയ്യാം. അത് നമുക്ക് ഇൻബോൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് അത്. ഇത് വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു വില്ലനൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്കത് പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള സാധനം കറക്റ്റായിട്ട് വന്നാലും മാത്രമേ നമുക്ക് ചിരി വരുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടമാനം മാറിയല്ലോ. പണ്ട് ചിരിച്ചിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ പണ്ടത്തെ പപ്പുവേടിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പഴത്തൊലി വീഴും ഒക്കെ കണ്ട് ചിരിച്ചിരുന്ന ആൾക്കാർ ഇപ്പം അത് ചിരിക്കാതെയായി. ഇപ്പം അല്ലാതെയുള്ള ചിരി വരുന്നത് കുറച്ച് കേട്ടായിരിക്കും, ഒരു സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും മറ്റത് തിങ്ക് ചെയ്യാനും കൂടെ ഉള്ള. എനിക്കൊന്ന് ഈ സിനിമയിൽ ഒരു നല്ല അച്ഛനെയും കൂടെ കിട്ടിയെന്ന് തോന്നുന്നു, ബേബി. അയ്യോ, ഞങ്ങളുടെ അച്ഛനല്ല, അച്ഛന്മാരുടെ ബന്ധം പോലെയല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാണ്, പക്ക കമ്പനി ആയിട്ടുള്ള ഒരു അച്ഛനും മകനുമാണ്. ആണല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് പടത്തിലെ ഇടവേള ബാബു പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അതായത് ഈ ഷെയ്നെതിരെ ഒരു ക്രൂഷ്യൽ ഒരു വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ ഭാവി തകർക്കാൻ പാടില്ല എന്ന് ഇടവേള ബാബുയോട് ആദ്യം പറഞ്ഞു ബാബുരാജാണ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ നമ്മൾ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ പക്ഷെ ആ ഒരു നല്ല രക്ഷകർത്തത്തിന്റെ ഒരു ഭാവം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അബി എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അപ്പം ഞാനവിടെ പറഞ്ഞത് കാരണം നമ്മുടെ സുഹൃത്തിൻ്റെ മകനാണ് അവൻ. കുഞ്ഞി ചെറുപ്പത്തില് അവനൊരു സൂപ്പർ സ്റ്റാർ ആയി പോയത് അവരുടെ കുഴപ്പമൊന്നുമല്ല. കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. കാരണം ഷെയ്ൻ്റെ ഒരു ആ വളർന്ന യങ് ഏജിൽ അയാൾ ഭയങ്കര ഇതായപ്പോ അപ്പൊ നമ്മളും ആ പ്രായം കഴിഞ്ഞു വന്നല്ലേ, നമ്മളൊക്കെ ആ സമയത്ത് ചെയ്യില്ലായിരുന്നു എന്നാലോചിച്ച് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ ഈ സമയത്താണ് നമ്മൾ അവനെ നമ്മളിലേക്ക് അടുപ്പിക്കേണ്ടത്. ലാലേട്ടനൊക്കെ ഉള്ള സദസ്സിലാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ ചുമതല കൊണ്ടുവന്ന് ബാബുന്റെ തലയിൽ വെച്ച് കൊടുത്തത്. പക്ഷെ ഇപ്പൊ വളരെ വളരെ അതാണ് നമ്മളൊരു ചില സ്ഥലത്ത് നിന്നും ഇതാക്കിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളാണ് അതേ എടുക്കണം മകൻ. എനിക്ക് തന്നെ മകനായിട്ട് കിട്ടിയത്. ബാബുവും ആ പടത്തിൽ അഭിനയിക്കേണ്ടതാണ് ശരിക്കും. ബാബു ഈ പടത്തില് ഒരു ക്യാരക്ടർ. അത് പിന്നെ ബാബു പിന്നെ ഈ പറയുന്ന ഈ അമ്മയുടെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും മാറിപ്പോയതാണ്. അപ്പൊ അങ്ങനെ മകനായിട്ട് ഇഷ്ടങ്ങളെ ആദ്യം ഒരു ഉച്ച ഒരു സമയം എടുത്തു ഞങ്ങളൊന്ന് സെറ്റ് ആവാനായിട്ട്. കാരണം പിന്നെ അങ്ങോട്ട് ഒരു തകർത്ത് ഇവരൊക്കെ വന്നപ്പോഴാണ് കുറച്ചൊരു ഗ്യാപ്പ്. അപ്പം ആ ഒരു രീതിയിൽ വല്ലാത്തൊരു അറ്റാച്ച്മെന്റും അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ അന്നും ബാബുചേട്ടനോടായിട്ട് ഇടവേള ബാബുചേട്ടനോടായിരുന്നു പോയിന്റ് ഓഫ് കോൺടാക്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അതിന് മുമ്പും ചെറിയതായിട്ട് ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഞാൻ ഓപ്പണായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ഇടവേള ബാബുചേട്ടനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് തണുത്താറി കഴിയുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ബാബുരാജേട്ടൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതും അതെല്ലാം ഞാൻ പിന്നീട് അറിയുന്നത്. പിന്നെ അതന്നല്ല, ആ സമയത്ത് ഷെയ്ൻ ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, മനസ്സിലായില്ല. ഞാൻ സാന്ദ്രയോട് പറഞ്ഞു, സാന്ദ്ര എന്തുകൊണ്ട് ഷെയ്നെ ട്രൈ ചെയ്തുകൂടാ? സാന്ദ്രയോട് ഞാനാ പറഞ്ഞത്. ഓ ശരി. ഈ സിനിമയുടെ ഇതിന്റെ സബ്ജക്റ്റ് ഫസ്റ്റ് ഈ ഡയറക്ടർമാർ വന്ന് പറയുന്നത് ഇവരെക്കാളൊക്കെ മുമ്പ് എന്നോടാണ്. അന്ന് വേറെ ആൾക്കാരൊക്കെ ആയിരുന്നു ഇതിന്റെ. ആൻഡ്രോയി ഈ സംഭവം വന്ന് ആ ക്യാരക്ടറാണ്, ഈ അപ്പൻ ബേബിയുടെ ക്യാരക്ടർ വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു കൊറോണ കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 2.5 വർഷം മുമ്പ്. അപ്പോൾ വേറെ പലരും ഇങ്ങനെ സംഭവം. അങ്ങനെ വന്ന് ഇത് സാന്ദ്രയിലെത്തി. സാന്ദ്ര ഒരു ദിവസം വിളിച്ചിട്ട് ബഹുചേട്ടാ ഒരു അടിപൊളി സാധനം ഉള്ളതെന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടാണ് ആ സബ്ജക്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ സാന്ദ്ര എന്തുകൊണ്ട് ഷെയ്ൻ അതിനകത്ത് ചെയ്യാൻ പറ്റില്ല? ആ ശരിയാണല്ലോ. അപ്പോൾ മൊത്തം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെയാണ്. നിമിത്തങ്ങളൊക്കെ പറയുന്നതാണല്ലേ ഭയങ്കര രസമുള്ളതല്ലേ? അങ്ങനെ ഷെയ്ൻ വെറുതെ വരികയല്ല, ഷെയ്ൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു, ഷെയ്ൻ്റെതായ കുറെ സജഷൻസ് പറഞ്ഞു, അതനുസരിച്ച് പൊളിച്ചു പോണത് അങ്ങനെയൊക്കെയാണ് വന്നത്. അല്ലാതെ ഷെയ്ൻ അത് കണ്ടു അല്ല ബേസിക്കലി ഒന്നുമല്ല, നമ്മൾക്ക് പൂർണ്ണമായി മനസ്സുകൊണ്ട് അതിലേക്ക് കയറിയാലല്ലേ അതിലേക്ക് മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരിപാടിയെല്ലാം സെറ്റ് ആയിരുന്നു. അവസാനം കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒരു ഇച്ചിരി എവിടെയോ ഒരു മാച്ച് പോലെ തോന്നി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഷെയ്ൻ പറഞ്ഞു നിർത്തിയ കാരണം ഈ ഇതിനകത്ത് പല ക്യാരക്ടറുകൾ ചെയ്യുന്ന സമയത്ത് പലരും എനിക്കതിനകത്ത് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനൊന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ് സിനിമയിൽ. എന്താണ് ഈ സ്പേസ് എന്ന് പറയുന്ന സാധനം? നമ്മൾ നമ്മുടെ രീതിയിൽ ഇതെല്ലാം ചെയ്തത് കഴിഞ്ഞ് എഡിറ്ററൊക്കെ വെട്ടിക്കളഞ്ഞ് എന്ത് ചെയ്യും? തീർന്നു. അല്ല അടയാളപ്പെടുത്തുന്ന ഒരു രംഗം നമുക്ക് ചെയ്യാനുള്ള സാധനം ഉണ്ടോ? നമുക്ക് അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും? അതാണ് സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ സിനിമയിലെ മഹിമയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയുള്ള സാധനത്തിന് അതാണ് ഈ ആൾക്കാരൊക്കെ
അതായത് കഥ കേട്ട് കഴിഞ്ഞിട്ട് പ്രമുഖ ഇപ്പൊ അത്യാവശ്യം 1-2 നടിമാര് ഇതേ കാരണം പറഞ്ഞ മാറിയത്. അപ്പൊ നമുക്ക് അത്ഭുതമായി, കാര്യം നമ്മൾ വായിച്ച സ്ക്രിപ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ഞാനിട്ട് ഡയറക്ടേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ കഥ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാര്യം അവർക്ക് ഇങ്ങനെ കഥ നായിക കഥാപാത്രത്തിന് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. അല്ല, എനിക്ക് അവര് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ വെച്ചത് എന്താണ് ഈ സ്പേസ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്താണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് നമ്പർ ഓഫ് സീൻസ് ആയിരിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് 5 സീനിലും പെർഫോം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ഒന്നും, അല്ലാണ്ട് 5 സീനിലും ബാക്കിൽ നിൽക്കാനാണെങ്കിൽ കാര്യമുള്ളൂ. അതാണ് ഞാൻ ഈ പ്രണയിനികൾ രണ്ടുപേരും വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് തുടങ്ങാം. മഹിമ എനിക്ക് തോന്നുന്നു പിന്നെ RDXന് ശേഷം നിങ്ങളുടെ ഒരു പിന്തുടർച്ച എൻ്റെ ഒരു വീണ്ടും ആ കാർണിയ റോളിലേക്ക് വരികയാണ് അവർ നിങ്ങൾ രണ്ടുപേരും. ഇതൊന്ന് നിങ്ങളുടെ പേരിങ്ങിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, മോഹൻലാൽ ശോഭന എന്നൊക്കെ പറഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടോ കമ്പാരിസൺ? ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ കമ്പാരിസൺ? ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു. പക്ഷെ RDX കഴിഞ്ഞോണ്ടേ അടുത്ത പടം ഒരുമിച്ച് ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ്ര ചേച്ചി വിളിക്കുന്നു, അപ്പൊ ഇങ്ങനെ ഡേറ്റ്സിന്റെ ഇഷ്യൂ കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നു. പക്ഷെ എനിക്ക് ഐ എം വെരി ഹാപ്പി ദാറ്റ് തിരിച്ച് എന്നിലോട്ട് തന്നെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്പേസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അല്ല, ഞാൻ പറയാം കാരണം ഞാൻ തന്നെ ഇത് ഷെയ്ൻ്റെ അടുത്ത് ഒരു തവണ പറഞ്ഞിരുന്നു, ഞാൻ സിനിമ ഡബ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ നിറച്ചുണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഈ സിനിമയില് ഞാൻ ഉള്ള സീൻസിലൊക്കെ തന്നെ എനിക്ക് നല്ല സ്പേസ് ഉണ്ട്. ഒരുപാട് സീൻസിൽ വന്ന് നിന്നത് കൊണ്ട് കാര്യമില്ല. ഞാനും ഷെയ്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു എന്താണ് ഈ സ്പേസ് ഇല്ല എന്ന് ഓരോരുത്തർ പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞോളൂ. അതെ, അപ്പം നമ്മളൊരു സീൻ ചെയ്യുന്ന സമയത്ത് ചുമ്മാ എല്ലാ സീനിലും വന്ന് നിന്നത് കൊണ്ടായില്ല. അപ്പൊ നമ്മൾ ഉള്ള സീൻസിൽ തന്നെ നമുക്ക് അവിടെ ഡയലോഗ് പറയാനുള്ളതാണെങ്കിലും ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടെങ്കിൽ അവര് കാരണം ആ കഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അതാണ് മെയിൻ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കഥയിലെ എല്ലാ മാറ്റങ്ങളും ഒരു നല്ല ശതമാനം. ഇപ്പൊ ആദ്യത്തെ ഒരു ഫസ്റ്റ് പടം പോയിട്ടൊക്കെ പെണ്ണ് കാണാൻ സീനിൽ കഥ മാറ്റുന്നത് ഈ കഥാപാത്രമാണ്. അങ്ങനെ നോക്കി തുടങ്ങിയാൽ അവസാനം മാത്രമല്ല, ഇപ്പം ചേച്ചിയുടെ ക്യാരക്ടർ ആയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് വളരെ റെയർ ആയിട്ടായിരിക്കും അങ്ങനെ വരിക. അതായത് ഇതിൽ ആർക്കാണ് മുൻതൂക്കം അല്ലെങ്കിൽ ആരുടെ ക്യാരക്ടറിനാണ് മുൻതൂക്കം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ക്യാരക്ടർ മിസ്സായ എല്ലാം പോയി. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ സ്പേസ് ഉണ്ട്. അതാണല്ലോ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. നിരവധി നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അത് അവിടുന്ന് കുറച്ചും കൂടി യങ്ങസ്റ്റർ ആയിട്ടുള്ള ഷെയ്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഷെയ്ൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു എന്ന് മഹിമയ്ക്ക് തോന്നുന്ന ഒരു ആംഗിൾ ഏതാണ്? അല്ല, ഞാൻ അങ്ങനെ മലയാളത്തിൽ ഒരുപാട് പേരുടെ കൂടെ ചെയ്തിട്ടില്ല. തമിഴിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തനാക്കുന്ന എനിക്കൊന്ന് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഷെയ്ൻ. നമ്മളിപ്പം അല്ല, വ്യത്യസ്തനാക്കുന്നത് അല്ല, ഭയങ്കര ഭയങ്കര റിയൽ ആയ ഒരു മനുഷ്യനാണ് ഷെയ്ൻ. അതായത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഷെയ്നെ നമ്മളിപ്പോ സെറ്റിൽ വരുമ്പോഴായാലും കൂടെ അഭിനയിക്കുമ്പോഴായാലും അതായത് ഷെയ്ന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആ ക്യാരക്ടർ ആയിട്ടാണ്, അല്ലാതെ ഷെയ്ൻ ആസ് എൻ ആക്ടർ അല്ല. ഇപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്ൻ ആ ക്യാരക്ടറായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആക്ടേഴ്സിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതില് ഹീസ് വൺ അമംഗ് ദം. അത് തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. ഈ നേരത്തെ ഈ സ്പേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമായിട്ട് മാറുമ്പോഴും മഹിമ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരു നല്ല സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ സെലക്ഷന്റെ ഒരു ഭാഗമാണോ? അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ തമിഴിൽ ചെയ്ത സിനിമകളിലായാലും ഞാനൊരു പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഫിഗറിൽ തന്നെ വേണം ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൽ കൂടുതലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മ വേഷങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്റെ സ്കിൻ ടോൺ ഒക്കെ ചേഞ്ച് ചെയ്ത് എന്റെ സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സോ ഒരു പാറ്റേൺ പിടിക്കാത്തത് കൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ഒരു പാറ്റേൺ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയ പ്രോജക്ട്സും ഓപ്പർച്യൂണിറ്റീസും മാത്രമല്ലേ കിട്ടുള്ളൂ. നമ്മൾ ആ പാറ്റേൺ പിടിക്കാതെ നമ്മൾ ഇഫ് യു ആർ ഓപ്പൺ ടു ഡൂയിങ് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് വരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെയായിരിക്കും. നല്ല ഗംഭീര ഒരു ഡാൻസറാണെന്ന് കേട്ടോ. ഡാൻസറാണ്. അതെ, ഡാൻസറാണ്. എനിക്കൊന്ന് രമ്യനകത്ത് സജസ്റ്റ് ചെയ്ത് സാന്ദ്രനാണോ? അങ്ങനെ സാൻഡ്ര നേരത്തെ പരിചയമുണ്ട് എനിക്ക്. ഞാനാണ് പോയി പറഞ്ഞത്. അടുത്തത് ഈ ഞങ്ങള് ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിരുന്നു, മറ്റേ അന്വേഷണം കണ്ടെടുത്ത്. അപ്പൊ നമ്മളൊരു ഇങ്ങനെ എനിക്ക് പറ്റിയ ഒരാളെ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അപ്പൊ വേറെ പലരിലേക്ക് ഈ പറഞ്ഞ പോലെ സ്പേസ് വലിയ കർശനമായിട്ട് നടക്കുന്നു. പലരും ഓക്കെ പറയുന്നു, മാറിപ്പോകുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്പേസിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ട്.
അല്ല അതാണ് ഞാനും മനസ്സിലാക്കണം. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ദിവസം സാന്ദ്രനെ അവിടെ വെച്ച് ഞാൻ വിളിച്ചു, സാന്ദ്ര ഇവിടെ ഈ പടത്തിൽ ഇന്ന പടത്തിൽ അഭിനയിച്ച ആളുണ്ട് കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു സാന്ദ്രയോട്. അപ്പൊ സാന്ദ്ര അപ്പൊ തന്നെ ഓക്കെ നോക്കാന്ന് പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് സംഗതി. അപ്പൊ അവിടെയും നിമിത്തമാകാണ് അല്ലേ? പക്ഷെ ഇപ്പോഴും അറിയുന്നത് എനിക്കറിയില്ല. നമുക്കോടൊപ്പം നൻപകൽ ഭാര്യയുടെ വേഷം നമുക്കിപ്പോ അടുത്ത പറഞ്ഞു, ഞങ്ങളുടെ സോങ് കണ്ടിട്ട് പറഞ്ഞു അവര് എന്റെ ഒപ്പം. ഞാൻ പിന്നെ എനിക്കറിയാം. ഇപ്പം ബാബുരാജിനോടൊപ്പം എങ്ങനെയുണ്ട് വ്യത്യാസമൊക്കെ? അയ്യോ അതൊന്നും പറയാ, എന്റെ അമ്മ അതൊന്നും പറയാ. അല്ല രണ്ടുപേരും ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ. അപ്പം മമ്മൂക്കേന്റെ കൂടെ ചെയ്യുമ്പോ അത് മമ്മൂക്കയുടെ കൂടെ ചെയ്യണ പോലെ ബാബുരാജേട്ടന്റെ കൂടെ ഇത് പിന്നെ നമ്മുടെ ഒരു ഹ്യൂമർ സംഭവമാണ്. പിന്നെ എൻറ്റയർലി ഡിഫറെന്റ് സബ്ജക്റ്റും ആണ്. പിന്നെ അവിടെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ചെയ്യുന്നത് ആ നൻപകലേരത്ത് മയക്കം ALJPന്റെയും മമ്മൂക്കേന്റെ ഇടയിൽ നിന്നിട്ടാ. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇതാണ് സിനിമ, ഈ വൈബാണ് സിനിമ, ഇങ്ങനെയാണ് സിനിമ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിലേക്ക് വന്നപ്പം എൻറ്റയർലി വേറെ മൂഡാണ്, വേറെ ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ സിനിമ. സിനിമ ഇങ്ങനെയും ഉണ്ടോ? അപ്പൊ നമ്മുടെ പരിപാടി ഡെയിലി കാലത്ത് ഇയാളെ ടെൻഷൻ ആക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. കാലത്ത് ചെന്നിട്ട് ഇയാളെ ഇങ്ങനെ പോയിരിക്കുമ്പോ ഞാൻ വേറെ മറ്റേ സംഗതി പറഞ്ഞില്ലേ ഇങ്ങനെ അത് ചെയ്യാൻ കാരണം വെച്ചാൽ ബസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ഇയാളോട് ഫസ്റ്റ് ഷോട്ട് ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ സോങ്ങിന്റെ ഇടയിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ തല ഇങ്ങനെ വെക്കണം. അപ്പൊ തല ഇങ്ങനെ വെക്കണ സംഭവം ഇതിനകത്ത് ആശാത്തിക്ക് എന്തോ ഒരു ഇതായിട്ട് സാന്ദ്ര അടുത്ത് ഇവിടെ എന്തോ ഒരു പറഞ്ഞു. സാന്ദ്ര അടുത്ത് പറഞ്ഞു എങ്ങനെ ഒരു എന്നാ ശരി വെറുതെ വിട്ടോ ഡെയിലി സാന്ദ്രയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ബാബുരാജയുടെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുക. അവൻ സാന്ദ്ര വെറുതെ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു കുക്ക് ബാബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ബാബുജന്റെ കരിയറിൽ വളരെ ബ്രേക്കിംഗ് ആയത്. അതുവരെ ഇടികൊള്ളും, ജയിലിൽ കിടക്കാൻ പോലീസുകാരനാവാൻ ഒരുപാട് പേരുടെ ഇടികളൊക്കെ കൊണ്ട ഒരാളാണ്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു നല്ലൊരു പ്രണയിതാവിൻ്റെ അല്ലേ ഒരു നല്ലൊരു അവിടം വരെ എത്തി. ഇതിനകത്തൊരു നല്ല പാട്ടുണ്ട്, ഗംഭീരമായൊരു പാട്ട്. നമ്മൾ കണ്ടത് ഒരെണ്ണം സൂപ്പർ പാട്ടാണ്, നല്ല ഗംഭീര പാട്ട്. ശരിക്കും പ്രണയത്തിന് വേണ്ടി സാന്ദ്ര ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. കണ്ണിൽ പ്രണയം ഏത് തലമുറയുടെ നിങ്ങളുടെ കുട്ടികളുടെ ഞാൻ പറഞ്ഞേ എല്ലാവർക്കും യുനാനിമസ് ആണ്. ഞാനതിനകത്ത് എതിരെ അഭിപ്രായം പറയുന്നില്ല. അതെന്ന് വെച്ചാൽ ഞാൻ പല പ്രണയങ്ങളിലൂടെയും കടന്നു വന്ന ആള് ആണ്. എന്തായാലും ഇത് കഴിയുമ്പോഴേക്കും മിക്കവാറും എന്നാ ഞാനും മണിയുടെ പിരിയും ഉള്ള കഥകളൊക്കെ പുറത്തേക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള പ്രണയത്തിന്റെ ഒരു വ്യത്യാസം ഞാൻ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കാരണം അന്ന് ഫോണും ഇല്ല ഒന്നുമില്ലല്ലോ, ഒരു നോട്ടത്തിലൂടെയാണല്ലോ. എവിടെയെങ്കിലും നിൽക്കുന്ന ആളെങ്കിലും നോക്കി ചിരി പോലും ഇല്ല, അപ്പോഴേക്കും മറിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച ജീവിക്കണം, അടുത്ത ആഴ്ച പിന്നെ കാണാൻ പറ്റുള്ളൂ. അതിൽ കൂടെ കടന്നു വന്ന നമ്മള് അതിന്റെ കഥ പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ് നല്ലത്. അതാണ് നല്ലത്. ഇപ്പം എന്താ ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ആയി നമുക്കിപ്പോ എല്ലാം വിരൽത്തുമ്പതാണല്ലോ, ടെക്സ്റ്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. നമ്മൾ അതിനോട് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ റിയൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഒരാളെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് മിസ്സായി പോകും. നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയി പോകും ഈ ടെക്സ്റ്റിങ്ങിനോട്. അതിന്റെ ഡ്രോബാക്സ് അതിനുണ്ട്. നമ്മൾ പുരോഗമിച്ചു, നമുക്കെല്ലാം ഇപ്പൊ എല്ലാം ഈസി ആയല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഡ്രോബാക്സ് ആണുള്ളതെന്നാണ് ഇവർക്ക് പറഞ്ഞൊരു പക്ഷെ കിട്ടില്ല. നമ്മളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് PP നമ്പർ ആണല്ലോ. അതായത് എന്റെ വീട്ടിലേക്ക് ഫോൺ വഴി ക്ലേറ്റസ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ കടലിൽ നമ്പർ കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും വിളിച്ചോന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ വീട്ടിൽ ആ പെണ്ണിന്റെ വീട്ടിൽ ഫോൺ ഉണ്ടാവും, ഇവിടെ വിളിച്ചിട്ടും ഉണ്ടാവും. ഈ ക്ലേറ്റസ് ചേട്ടൻ ഏത് ഹലോ ഇവിടെ ഇല്ല നിൽക്കും. നമ്മൾ കൊടുക്കണം നമ്മൾ വീട് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ എവിടെയെന്ന് പറയാം അവിടെ നിന്ന് 1 കിലോമീറ്റർ വേണം എന്റെ വീട്ടിലേക്ക്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കും ചേട്ടാ ചേട്ടാ കോള് വല്ലതും വന്നില്ല, ആരും വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. കോൺഫറൻസ് കോൾ ഇട്ടാ സംസാരിച്ചു ആരുമായിട്ട് എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ബോയ് ഫ്രണ്ട്. ആ കഥ കേൾക്കണോ? കോൺഫറൻസ് എങ്ങനെ? അതായത് സ്കൂളിൽ നോട്ട് ദ പോയിന്റ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ വീട്ടില് ഞങ്ങൾക്ക് ലാൻഡ് ലൈൻ നമ്പർ ആയിരുന്നു. ലാൻഡ് ലൈൻ നമ്പർ കോൺഫറൻസ് എടുത്ത പരിപാടി ഇല്ല, അറിയില്ല, മൊബൈൽ ഫോണിലാണ്. എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ലാൻഡ് ആണോ മൊബൈൽ നമ്പർ ആണോ എനിക്ക് ഓർമ്മ. പ്രണയം തന്നെ എപ്പോഴും ആണെന്ന് തോന്നുന്നില്ലേ? അല്ല പ്രണയം കാരണം ഒരു സാധനം കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ കോൺഫറൻസ് കോളിൽ. അതായത് ഇയാളും മഹിമയും ജ്യോതിയും മറ്റാളും എന്നിട്ട് ഇവർ അതേ സമയത്ത് അപ്പുറത്തെ ഒരു പെണ്ണായിരുന്നില്ലേ
എന്താണ് ബാബു ചേട്ടാ? അതായത് ആ കുട്ടി ഇപ്പൊ എനിക്ക് ഇവിടെ നിർത്തി അറിയണം ആ കുട്ടി ആരാണ് നിന്നെ അത് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് കോൺഫിഡൻസ്. അങ്ങനെയൊന്നുമല്ല, ഇത് മുന്നേ സെറ്റായ പരിപാടിയായിരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ ആ പയ്യനെ നേരിട്ട് വിളിക്കാൻ പറ്റില്ല, കാരണം അതായത് മറ്റേ ഇതിലെ പോലെ ഓ ത്രൂ എന്റെ അമ്മ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പം നേരിട്ട് വിളിക്കാൻ പറ്റില്ല വീട്ടിലോട്ട്. അപ്പൊ ഈ കുട്ടി എന്നെ വിളിക്കും, മൊബൈലിൽ തന്നെ ആയിരുന്നു തോന്നുന്നു. ഈ കുട്ടി എന്നെ വിളിക്കും, എന്നിട്ട് വിളിച്ചിട്ട് കോൺഫറൻസ് കോളിൽ ഇടും. എന്നിട്ട് കോൺഫറൻസ് കോളിട്ട് അടുത്തൂടെ ആരെങ്കിലും ഒക്കെ A+B² ഇതൊക്കെ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത്. അതെ. അപ്പൊ പ്രണയങ്ങളില് ഒരു ഏറ്റവും ഒരു മഹിമയ്ക്ക് പ്രണയം പുത്തിരിയല്ലോ. അത് മതി. മറ്റേ സാധനം മാറ്റാം. അത് അല്ല ചെറിയ ഹൃദയവും അത് മാറ്റിയിട്ട് അതൊന്നുമല്ല, മഹിമയ്ക്ക് പ്രണയം പുത്തിരി. അതെ, കുറെ ക്ലിക്ക് കിട്ടും, നല്ല വ്യൂ കിട്ടും. സ്കൂൾ പഠിക്കുമ്പോ പ്രണയം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓപ്പൺ ആയി പറയുന്നതേ ഉള്ളൂ. ഷെയ്ന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് പല പ്രശ്നങ്ങളും രണ്ട് സഹോദരിമാരുള്ളത് കൊണ്ട് ഷെയ്ൻ അങ്ങോട്ട് ഓപ്പൺ ആവാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. അല്ല ഷെയ്ന് പ്രണയം ഉണ്ടായിരുന്നു. ഒരു +2 സ്റ്റോറി ഒക്കെ പറഞ്ഞു. അത് ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ഒന്നും അല്ലേ തെറ്റിപ്പോയി. ആണോ? ഞാൻ ആഡിയൻസിന്റെ സമയത്ത് ഷെയ്നോട് ചോദിച്ചായിരുന്നു എന്തോ ഇതിനെ പറ്റി ചോദിച്ചപ്പോ അതേ ഉണ്ടായിട്ടുള്ളൂ. കണ്ട അല്ല ചുമ്മാ പറഞ്ഞു. ചുമ്മാ നമ്മളെ കുറച്ച് വളരെ കുറച്ച് പ്രണയങ്ങളുണ്ടായിരുന്നു. സീരിയസ് പ്രണയങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പൊ പറഞ്ഞുണ്ട്. സീരിയസ് ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. സീരിയസ് ആകും, പക്ഷെ അത് പെട്ടെന്ന് പോകും. എന്താന്ന് പറഞ്ഞോ, അത് ഒരു വല്ലാത്തൊരു അവസ്ഥ. ജാതകദോഷമാണ്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ലല്ലേ? പ്രണയിച്ച് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് എല്ലാവർക്കും ഭാഗ്യം കിട്ടണമെന്നില്ല. കല്യാണം കഴിക്കരുത്, പ്രണയിച്ച് ലിവിങ് ടുഗദർ ആണ് ഇപ്പൊ ബെസ്റ്റ്. അയ്യോ, അല്ല ഇപ്പോഴത്തെ കാര്യം, ഇനി നാളത്തെ കാര്യമല്ല. എല്ലാരും എന്നെ പറഞ്ഞില്ലേ ഇവിടെ ചോദിച്ചാൽ നാളെ വിവാദങ്ങളാവും. അല്ല അത് ഞാൻ പറഞ്ഞു, മിക്കവാറും നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തായാലും വേണ്ടിയില്ലല്ലേ? നമുക്ക് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യാം. പഠിച്ചിട്ട് കേൾക്കണ്ട. അതെ, അല്ല അത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ. ഡെബ്യൂ ചെയ്തില്ലേ, ഇപ്പൊ തിരിച്ചു വന്നില്ലേ? വന്നു. ഇപ്പൊ ആഷിഖിന്റെ പടം അന്വേഷിച്ചിരിക്കുന്നു. അടുത്ത നിഷാദിന്റെ പടം. ഈ പ്രണയം ഒരു രസമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ സാറിന് പറഞ്ഞെല്ലാം അസത്യങ്ങളാണ്. അതല്ല, പ്രണയം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം പ്രണയ വിവാഹം ചെയ്ത ആളാണ്. അപ്പൊ അതെ, അപ്പൊ ഞാൻ പല സിറ്റുവേഷനിലും ഞാൻ പറഞ്ഞു അതങ്ങോട്ട് ചിന്തിച്ചോ മൊത്ത കാര്യം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ടാണ് തട്ടിക്കോളാൻ പറഞ്ഞത്. അങ്ങനെ ആവാഹിക്കാൻ പറ്റിയ അല്ല, അങ്ങനെ എന്താ പറയാ, ഞാൻ പ്രണയിച്ച സിറ്റുവേഷൻ ആവാഹിച്ച അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യം. അത് എന്റെ പേഴ്സണൽ ആണ്. അപ്പം അതും ഇതുമായിട്ട് അങ്ങനെ ഞാൻ ഡാൻസിനകത്ത് ഇത് പ്രണയം നമുക്ക് എപ്പോഴും അത് ഞാൻ അതല്ല എന്റെ പ്രൊഫഷൻ. ഞാൻ അതുമായിട്ടുള്ള കണക്ട് ചെയ്യാം. കെമിസ്ട്രി നമ്മൾ തമ്മിലുള്ള കറക്റ്റാന്ന് പറയാം, അതല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ നമ്മളാണോ പറയുന്നത് കെമിസ്ട്രി കറക്റ്റ്? ഇത് അദ്ദേഹം പറയാണ് ഞാൻ ഡാൻസില് കൃഷ്ണൻ ശിവൻ. അയ്യോ അങ്ങനെയല്ല. നമ്മള് എന്ന് വെച്ചാൽ ഡാൻസ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ അതിനകത്ത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ ഈ പ്രണയം ആണെങ്കിലും എല്ലാ ഭാവങ്ങളും ഡാൻസിൽ വരുന്നതാണ്. അപ്പൊ ഇത് വെച്ച് സിനിമയിലാവുമ്പോ എന്ത് വേണമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. മറ്റേത് പറയുമ്പോ ഈ നോർമൽ പ്രണയ അല്ല ബേസിക്കലി ശരി, അതൊന്ന് കാണിച്ചു ഡാൻസിൽ പ്രണയം ആരോടാ പറഞ്ഞ ഇവിടെ രണ്ടും ഡാൻസേഴ്സ് അറിയാലോ. നമ്മളങ്ങനെ ചുമ്മാ കാണിച്ചാലൊന്നും അത് വേറെയാണ് ഇത് അവര് വെച്ചാ ഞാൻ സപ്പോർട്ട് ചെയ്യണല്ല, മറ്റേ സംഭവം ഈ ഭരതനാട്യത്തിൽ ഇതില്ലേ മറ്റേ അതല്ല അങ്ങനത്തെ പക്ഷെ അതിനാ ഇപ്പൊ ഇവര് സിനിമ അല്ല അങ്ങനെ സിനിമയിൽ ചെയ്യാൻ നമ്മൾക്ക് പ്രണയം ഒരു സാധനം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ പ്രണയത്തെ കുറിച്ച് സങ്കല്പം ഉള്ളിലുണ്ടാകണം. അതില്ലാതെ നമുക്ക് ഒരു ആർട്ട് ഫോമിലും പ്രണയം അത് തിയേറ്ററിലാണെങ്കിലും ഇതിലാണെങ്കിലും അവതരിപ്പിക്കാൻ പറ്റൂലല്ലോ. ഉള്ളിൽ വേണ്ടേ? ഞാനിപ്പോ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഒരു തിയേറ്റർ പ്ലേയിൽ പോയിട്ട് എനിക്ക് പ്രണയമല്ല ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും ഏത് ഫീലിങ്സ് ആണെങ്കിലും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം എല്ലാവർക്കും ഒരേപോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഡാൻസേഴ്സ് ഞാൻ കുറ്റം പറയുന്നല്ലോ, അവരെല്ലാം ആ ഒരു സാധനം എല്ലാം ഒരു ഇതായിട്ടാ തോന്നിയിരിക്കുന്നത്.
ക്ലാസിക്കൽ ആർട്ട് ഫോം എന്ന് പറയുന്നത് സിനിമേന്റെ അത്രയും അത് വേറെ സബ്ജക്റ്റ്, അത്രയും ഗ്രോത്ത് ഇല്ല. ചേട്ടൻ പറയുന്നത് ഇപ്പൊ എല്ലാവരും ഒരുപോലെ ന്യൂട്രൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് അതല്ല. നമുക്കിപ്പോ എക്സ്പീരിയൻസ്ഡ് ആയ ഡാൻസേഴ്സിനെ കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെ കാണുമ്പോൾ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഇപ്പൊ പഠിച്ചു വരുന്ന ഒരാൾ അല്ലെങ്കിൽ അതിലും കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാതെ കളിക്കുന്ന ഒരാളും ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരാളും നമുക്ക് വ്യത്യാസം മനസ്സിലാവും. വെറുതെ നമുക്കത് ഇമോഷൻസിൽ എത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡാൻസിൽ ചെയ്യുന്ന പോലെ അല്ല സിനിമയിൽ, അത് ഡിഫറെന്റ് ആണ്. അല്ല കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ നേരത്തെ ചേച്ചി പറഞ്ഞു അത്. കാരണം നമ്മള് ഡാൻസ് ചെയ്യുമ്പോൾ വലിയൊരു വൈഡ് ഓഡിയൻസിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത്. സ്റ്റേജിന്റെ അങ്ങേയറ്റത്ത് ഇരിക്കുന്ന ആൾക്ക് പോലും ആ എക്സ്പ്രഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റണം. പക്ഷെ സിനിമ അങ്ങനെയല്ലല്ലോ. ക്യാമറ നമുക്ക് അടുത്തുണ്ടല്ലോ. നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഡാൻസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന്റെ ഡിഫറൻസ് ആണ്. സംശയം തീർന്നു. അല്ല ഈ ഇതിന്റെ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഓൾറെഡി മഹിമയ്ക്ക് ഒരു അഫയർ ഉണ്ട്. അല്ല അഫയർ ഉണ്ടെന്ന് പറഞ്ഞല്ല, സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഉണ്ണിമൂന്നിനായിട്ട് കല്യാണം കഴിക്കാൻ അയ്യോ ഇങ്ങനെ ഒരു അഫയർ എന്ന് നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ഞാൻ കാണുമ്പോ ചോദിക്കണം എന്നാ ഈ ഉണ്ണിമൂന്നിന് എന്തോരം അഫയർ. കല്യാണം മോനെ ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത് കേട്ടോ. കല്യാണം കഴിക്കേണ്ടിരുന്ന അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാവർക്കും എപ്പോഴും തോന്നും പ്രണയിക്കാം. അതങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കേട്ടോ. അല്ല ഇതിപ്പോ ഇത് കഴിയുമ്പോഴത്തേക്ക് ഷെയ്ന് വിവാഹം കഴിക്കും മഹിമ. ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് എന്താണ് എനിക്ക് മനസ്സിലായില്ലോ. അല്ല ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഷെയ്നുമായിട്ടുള്ള വിവാഹ വാർത്തകളായിരിക്കാം വരാൻ പോകുന്നത്. ഈ സൽമാൻ അതുകൊണ്ട് കല്യാണം കഴിക്കേണ്ടിരിക്കും. സൽമാൻ ഖാൻ മോൻ. സൽമാൻ ഖാൻ അവരൊക്കെ ഉദാത്തമായ പ്രണയത്തിന്റെ മാതൃകകളാണ്. അതെ എന്തോരം ഉണ്ടെന്ന് ഒരുപാട് പ്രണയിച്ച് അത് പറഞ്ഞാൽ തന്നെ നമുക്ക് കുഴപ്പം പിടിച്ചിടങ്ങളാണ്. ഞാൻ ആ ഏരിയയിലേക്ക് ഒന്ന് പോയിട്ട് വന്നു. ഏത് ഞാൻ പറയട്ടെ, നമുക്ക് ഇതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫ് ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഈ പറയുന്നത്? നമ്മള് ചുമ്മാ തമാശ പറയുന്ന തമാശ. അല്ല അതൊക്കെ അവരുടെ ജീവിതം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞത് വലിയ വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ പൊതുസമൂഹത്തിന്റെ ഓപ്പണാണ്. മഹിമയുടെ ഒക്കെ പറഞ്ഞ ഉണ്ണിമൂന്നിനായിട്ടുള്ള കാര്യം നിഷേധിച്ചിരിക്കുന്നു ആരാധകര്. നശിപ്പിക്കുകയും ആരാധകരോട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യമില്ല. ഞാൻ എവിടെയും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഇതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല ഉണ്ണിമൂന്നൻ എന്ത് ചെയ്തു വെച്ചാൽ മഹിമയെ ഭയങ്കരമായിട്ട് വാഴ്ത്തി. സ്വഭാവം ഭയങ്കര അതെന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അല്ല ഉണ്ണിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? അല്ല എന്റെ സ്വഭാവം നല്ലതായതും കൂടെ കൊണ്ടാവാലോ ഇങ്ങനെ. അതാവാൻ സാധ്യതയില്ല. അതാവാൻ വലിയ സാധ്യതയില്ല. അതും ആയിരിക്കാം. മഴ പെയ്യാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ. ഈ സിനിമ നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ ധ്യാനിന്റെ പേര് കേട്ടിരുന്നു, ചെമ്പന്റെ പേര് കേട്ടിരുന്നു. പക്ഷെ അവരൊന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്ത് പറ്റിയത്? അതൊരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണല്ലോ. അതെനിക്ക് പറയാൻ പറ്റില്ല. അല്ല ഇനി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല അതല്ല ഏകദേശം ധാരണയുണ്ട്. എന്താ പറയാ ചില സാങ്കേതിക തടസ്സങ്ങളും അവരുടെ ഡേറ്റിന്റെ വിഷയങ്ങൾ കാരണം അവർ വന്നില്ല, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ ആരാ ചെയ്യുന്ന അറിയാം? ധ്യാൻ ചെയ്യുന്ന വേഷം ആരാ? ധ്യാൻ ചെയ്യുന്ന ശരിക്കും ധ്യാൻ ചേട്ടന്റെ ചെറിയൊരു ഗസ്റ്റ് റോൾ ആയിരുന്നു. വളരെ ചെറിയ ക്യാമിയോ ആയിരുന്നു. പക്ഷെ ഈ ചെമ്മച്ചേട്ടൻ പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് നമുക്ക് ഷമ്മിച്ചേട്ടനാണ്. നിങ്ങൾ 4 പേരാണ് പ്രധാനമായിട്ടും കണ്ട ഒരുപാട്. ഞാൻ പറഞ്ഞതല്ല, കൂടുതൽ നമ്മൾ കാണുന്നത് നിങ്ങൾ 4 പേരെയാണ് കൂടുതൽ. പിന്നെ രഞ്ജി പണിക്കർ സാറ്, മാലാപ്പാറ ചേച്ചി, ജാഫർ അടിക്ക്, പാർവതി ബാബു, നമ്മുടെ ആങ്കറല്ലേ. പിന്നെ ബംഗാളി നല്ല അടിപൊളി. നമ്മുടെ പോസ്റ്റർ ഒക്കെ ചെയ്യുന്ന എസ്തെറ്റിക് കുഞ്ഞന്മാർ. ചൈന നമ്മളതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതിനകത്തൊരു ഡാൻസ് ഉണ്ടാവണം ഒരു സിനിമ. ഇത് അങ്ങനെ പറഞ്ഞില്ലേ? ഡാൻസ് ഒന്നും ഇല്ല മറ്റേ ഇതില് പ്രൊമോയില് ഐറ്റം ഡാൻസ് ഒരു ഐറ്റത്തിന് ഇറക്കട്ടെ. അത് പെണ്ണുങ്ങളുണ്ടാവില്ല, ആണുങ്ങളാണ് ചെയ്യുന്ന പറയുമ്പോൾ. അപ്പം അദ്ദേഹം അതിനകത്ത് ഡാൻസ് ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് സീരിയസ് വേഷമാണ് അത്. ഇച്ചിരി സീരിയസ് ആയിട്ടാണ്. അതായത് ഷൈൻ ചേട്ടന്റെ ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് റീസെന്റ് നമ്മുടെ ഒരു 3-4 വർഷത്തിൽ വന്ന പോലത്തെ ക്യാരക്ടറൈസേഷൻ അല്ല. അത്യാവശ്യം നല്ല ഭയങ്കര ഒരു വേറൊരു രീതിയിലുള്ള മീറ്റർ പിടിച്ചാണ്. സബ്റ്റലായിട്ടുള്ള ഒരു മീറ്റർ പിടിച്ചാണ്. വാഗമൺ
അല്ലേ മറ്റേ കട്ടപ്പന അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഹൈറേഞ്ച് കട്ടപ്പന, ഹൈറേഞ്ച് വാഗമൺ, പിന്നെ തൊടുപുഴ, അല്ല സോറി ഇവിടെ ഈരാറ്റുപേട്ട. അപ്പോൾ ഇവിടെ ഈ അട്ടപ്പേടിയുള്ള ആളറിയാം. പിന്നെ അറിയാം ആർക്കെങ്കിലും നിങ്ങൾക്ക്? നിങ്ങൾ ഇത്രയും കാലം ഇപ്പം എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു, ശരിക്കും പേടിയുള്ള ഒരാളാണ് അട്ടയെ. ആണോ? കുട്ടികൾ അല്ല അതേ ആദ്യം വരുമ്പോ അന്വേഷിക്കുന്നത് ചോദിച്ചു ആദ്യം വരുമ്പോ അട്ട ഉണ്ടോന്നാണ്. എന്താണ് അട്ട കഴിഞ്ഞ സാന്ത്വന പടത്തിന് അട്ട കടിച്ചിട്ട് മൊത്തം പ്രശ്നമായില്ലേ? എന്നെ അട്ട കടിച്ചിട്ട് അതറിയില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റൽ 1 പ്രാവശ്യം 3 പ്രാവശ്യം. അപ്പൊ ഇതിനകത്തൊക്കെ എങ്ങനെ ഇറങ്ങി നടന്നു? ഏത് അല്ല ആ കഥ പറഞ്ഞു കൊടുക്കാം. അവിടെ നമ്മള് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഇവിടെ അട്ട അല്ല അട്ട ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. പാമ്പ് പാമ്പ് അധികമായിട്ട് ഇല്ലായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് അധികം അല്ല ആ കഥ അവർക്ക് പറഞ്ഞു. അട്ട കടിച്ചിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സാന്ത്വനയുടെ പടത്തിന് പോയിട്ട് അട്ട കടിച്ചിട്ട് ഈ നിലാവുള്ള രാത്രി, നല്ല നല്ല നിലാവുള്ള രാത്രി. അത് മറ്റേ 1 പ്രാവശ്യം കാൽ ഫുള്ള് നീര് വന്നു. അവിടെ രാത്രി പകലും ഷൂട്ടാണല്ലോ. നീരൊക്കെ വരും. പിന്നെ എനിക്ക് ഭയങ്കര ഈ അട്ട കടിച്ചിട്ട് ഭയങ്കര അലർജിയാണ്. ചിലർക്ക് അലർജി കൂടുതൽ. അങ്ങനെ എന്റെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെയ്തു. പറയണം അതെ. അന്ന് നിലവിളിച്ചു, വാണി ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ്. അല്ലേ അങ്ങനെയല്ലേ? ചോദിച്ചു നോക്കൂ. ഞാൻ മരിക്കാൻ പോവുകയാണ്, അട്ടടിച്ചിട്ടാണേ മരിക്കാൻ പോവുകയാണ്. 3 ദിവസം ആന്റിബയോട്ടിക് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട 2 ദിവസം വീട്ടിൽ ഇവിടെ റൂമിൽ പോയി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റൂമിൽ വന്ന് തന്നെ അവർ ഇഞ്ചക്ട് ചെയ്ത് പോകും. അവിടെ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ ഈ കുട്ടിക്കാരത്ത്. വൈകിട്ടായപ്പോ ഞാനൊരു ഇതാണ് കഴിച്ചോടനെ എന്റെ ശരീരമൊക്കെ വന്നിട്ട് വീണ്ടും ശ്വാസം കിട്ടാണ്ടായി. എന്നെ എടുത്തിട്ട് വീണ്ടും ഓടി തൊട്ടടുത്തുള്ളത് പീരിമേട് ആശുപത്രിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് ചെന്നപ്പോൾ സിസ്റ്റർമാരോട് ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കണം. കാരണം നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അവരാണ് ചിരിക്കണ പോലും ഇല്ല. ഓക്കെ. അപ്പൊ അവരോട് ഞരമ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ കുത്തണം, ഇവിടെ സർക്കാർ ആശുപത്രിയാണ്, ഇന്നൊന്നും കിട്ടണില്ല. ഞരമ്പ് മൊത്തം പാട്. ഞാൻ എന്നോട് പറഞ്ഞു എടാ എന്നെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ഇവിടെ ശരിയാവുള്ളൂ, അവിടെ ഞാൻ ചത്തു എന്ന് പറഞ്ഞു. എന്നെ അടുത്ത കാറി കയറ്റി എൻ്റെ ഇവിടെ പോവാ. അപ്പൊ ഇവിടം വരെ എത്തണം, കാഞ്ഞിരപ്പള്ളി വരെ. അങ്ങനെ ഈ ഓരോ വളവുകൾ കഴിയുമ്പോൾ ഞാൻ ഈരാറ്റുപേട്ടൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും എൻ്റെ മരണം. അപ്പൊ എൻ്റെ മരണം കാറിലാണ്. അങ്ങനെ ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചു വാണി ഒന്ന് വിളിച്ച് പറഞ്ഞു എന്റെ മരണം ഞാൻ ഡയൽ ചെയ്തപ്പോൾ ഭാഗ്യത്തിന് റേഞ്ച് ഇല്ല. അങ്ങനെ വീണ്ടും താഴെ എത്തി, ഒരു കണക്കിൽ എത്തിയപ്പോഴേക്കും ഈ ഹോസ്പിറ്റലുകാര് മൊത്തം ഇറങ്ങി റോഡ് വരെ എത്തി. എന്റെ കലാർച്ച കേട്ടിട്ടെ ഇവരൊക്കെ വിളിച്ചിട്ട് സെക്കൻഡ് വിളിച്ചോണ്ടിരിക്കും. എല്ലാം റെഡിയാക്കി വെക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലുകാർ മൊത്തം താഴെ തന്നെ ഇതേ കൊണ്ടത് അവിടെ കൊണ്ടുപോയി വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്ത്. എന്തിനേയും പഠിക്കുന്നത് ഈ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്ന് അറിയത്തില്ലേ? ആ അങ്ങനെ ഇഞ്ചക്ഷൻ കയറ്റി അവ സാന്ദ്രമാനത്തിന് മോക്ക പിറ്റേ ദിവസം 1 ദിവസം ഷൂട്ടിങ് മുടങ്ങിയ. പിറ്റേ ദിവസം ഞാൻ ഒന്നും അറിയാത്തോളം നല്ല കുട്ടികൾ വീട്ടിൽ ലൊക്കേഷൻ സാന്ദ്രം ഉണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഉച്ചയായപ്പോഴേക്കും സംഭവമൊക്കെ. അത് കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം 2 കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം എനിക്ക് 1 ദിവസം ഷൂട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ചെമ്പൻ ടീം ചേട്ടാ എവിടെയുണ്ട്? ഞങ്ങളെവിടെയുണ്ട് ക്ലബ് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ടേക്കും. അപ്പൊ ഞാൻ വിചാരിച്ച് മറ്റത് ഉപേക്ഷിക്കും, ബിയറിലൊന്ന് പിടിച്ചോ. ബിയർ പൊട്ടിക്കുന്നു, 1 ഗ്ലാസ് കഴിക്കുന്നു, ഒരു തുള്ളിങ്ങനെ അടിച്ചു തുറക്കണുള്ളൂ. അപ്പൊ തന്നെ അയ്യോ കൊണ്ടുപോയേ വീണ്ടും എന്നെ കാഞ്ഞിരപ്പള്ളിയിലേക്ക്. അല്ല അപ്പൊ മാറിയില്ല, അലർജി മാറിയില്ല? ഇല്ല. പക്ഷെ ഞാനത് മാറ്റിയെടുത്തു. ആദ്യം വന്ന് ചോദിച്ചത് അട്ട ഉണ്ടോന്നാ. അട്ട ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഓടിക്കണം. കോംപ്രമൈസ് ഇല്ല, ആ ഏരിയയിൽ പോകണില്ല. അപ്പൊ ഈ ശരീരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു അട്ടയെ കണ്ടാൽ പേടിക്കുന്ന ആളാണ്. അല്ല ശരീരത്തിന്റെ കുഴപ്പമില്ല, ഈ അട്ടയും ഞാനോട്ട് ചേരുന്നില്ല. അല്ല നമുക്കല്ല ഈ ചോര പഠിച്ചു കുടിക്കണ ഇഷ്ടമല്ല. നന്മ മാത്രം. യക്ഷിനെ തീരെ കണ്ടുകൂടാ. ചീത്ത ഇതാണ് എന്നാണ് പറയണത്. ചീത്ത ബ്ലഡാ കുടിക്കണെന്ന് അതൊക്കെ പണ്ടത്തെ ഇപ്പൊ ന്യൂജൻ അട്ടൻ. എന്താ പറയാ തെറ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ. എന്തായാലും നമ്മുടെ സമയത്തിന് വേണ്ടിട്ട് അതിക്രമിക്കും അല്ലേ? എന്തായാലും സിനിമ കാണുക. സിനിമ വളരെ എന്താ പറയാ, നമ്മളിപ്പോ 2-3 പ്രാവശ്യം അത് കണ്ടത് ഇതായിട്ട് പറയാല്ല. നമുക്ക് ചിരിക്കാൻ പറ്റണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അതിലാണ്. 1-2 പ്രാവശ്യം കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ആദ്യം നമുക്കുള്ള വിശ്വാസം അല്ലേ? ഷെയ്നു അങ്ങനെ തന്നെയാണോ തോന്നിയിട്ടുള്ളത് ആ സിനിമ? അല്ല ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരു ഫാമിലി ആയിട്ട് എല്ലാവർക്കും, അതായത് ഏജ് കാറ്റഗറി ഒന്നുമില്ല, കൊച്ചു പിള്ളേർക്കും ഏറ്റവും പ്രായവർക്കും ഇനി മിഡിൽ ഏജ്ഡ് ആൾക്കാർക്കും എല്ലാവർക്കും ഇരുന്ന് ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ, അതിനെ നമ്മൾ രസകരമായിട്ട് അത്യാവശ്യം ഹ്യൂമർ
നമ്മൾ പറയുന്നത് നിങ്ങൾ ചിരിക്കുമ്പോഴേ നമുക്ക് ഹ്യൂമർ ആവണം, എന്നാലും നമ്മൾ വിശ്വസിക്കുന്നത് നല്ലൊരു ഫൺ എന്റർടൈനർ ആണെന്ന്. അങ്ങനെ ഒരു പാക്കേജിലാണ് ഈ പടം ഇപ്പോൾ വന്നിട്ടുള്ളത്. മഹിമ എന്താണ്? അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതായത് ഒരുപാട് നമ്മളിങ്ങനെ എന്താ പറയാ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് കണ്ട് ടെൻഷൻ അടിക്കേണ്ട സിനിമയൊന്നും അല്ല. ഇത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കണ്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സിനിമ. അപ്പം ഇന്ന കാറ്റഗറി എന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു സിനിമ. ഒരു നല്ല അല്ലേ, നല്ലൊരു ഇവരൊക്കെ ഇത്രയും പറഞ്ഞതുകൊണ്ട് അതന്നെ എനിക്കും പറയാനുള്ളൂ. വളരെ പറയാനില്ല, അല്ല ഇവര് പറഞ്ഞു തീർന്നല്ലോ, അതുകൊണ്ട് അയ്യോ അങ്ങനൊന്നും അല്ല. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒത്തിരി നല്ല പടമായിരിക്കും, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഈ സമ്മറിൽ വളരെ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു പടമായിരിക്കും. എല്ലാവർക്കും ഈ പടം കണ്ടിട്ട് എല്ലാവർക്കും പ്രണയം തോന്നട്ടെ, എല്ലാവർക്കും പ്രണയിക്കാൻ കഴിയട്ടെ, സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. താങ്ക് യു.